ഒന്നും പേടിക്കണ്ട. എന്താണ് മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ അത് മനസ്സിൽ ധ്യാനിച്ച് മിണ്ടാതെ ഉരിയാടാതെ നമ്മൾ കിടക്കണ തലങ്ങൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക. ഒരാഴ്ചക്കുള്ളിൽ കാര്യം നടന്നിരിക്കും. പിന്നെ പരീക്കാനോട് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ പ്രൊഫസറോട് പറഞ്ഞു. അപ്പോൾ പുള്ളി അറിയാതിരിക്കാനും എന്തോ ചെയ്തിട്ടുണ്ട്. അതിനൊരു 1000 രൂപ കൂടുതൽ ഞാൻ കൊടുത്ത്, സാരല്ല തരണ്ട, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആഗ്രഹിക്കുമ്പോൾ ഗംഭീര ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കരുത്. വല്ല ഫ്ലൈറ്റ് പൊട്ടി വീഴണമെന്നോ തല പൊട്ടിത്തെറിക്കണമെന്നോ ആഗ്രഹിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നടക്കുവേ. എന്നാൽ കൊണ്ടുപോയി വെച്ചോ, മിണ്ടണ്ട. ഓ ഇവിടെ ഉണ്ട്. ആരംഭം തുളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന്. അന്റെ എത്ര പവനാന്ന് പറഞ്ഞ്? ഓ ഇന്റെ അവനൊന്നും കണക്കില്ലല്ലോ, നിങ്ങള് കൊണ്ടുപോയിട്ട് പണയം വെക്കല്ലേ. നനക്ക് പണയം വെച്ചത മുതലക്കഥ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്റെ ഈ മാലയുടെയും വളയുടെയും കണക്ക് എന്നോട് പറയരുത്. ഇതാ അല്ല, നിനക്ക് എവിടുന്ന പൈസ? അത് ചെറിയന്റെ മുതൽ എനിക്ക് കിട്ടിയില്ലേ? അങ്ങനെ പറ്റൂലൊക്കെ അറിയണോ? എന്നാലും മനസ്സിലാക്കിക്കോ, എന്റെ ഒരു സാധനം ഞാൻ തട്ടിച്ചു കൊണ്ടുപോകില്ല. എന്റെ ഹബീബേ, എന്റെ ഉള്ളൊക്കെ എന്റെ ഉള്ള തന്നെയാണ്, എന്റെ ഉള്ളൊക്കെ എന്റെ ഉള്ളു. എവിടുന്ന പൈസ? ഞാൻ എന്നോട് പറഞ്ഞില്ല എന്റെ ഒരു കച്ചവടത്തിന്റെ കുറിച്ച് കായ് കിട്ടാണ്ടെന്ന്. അതിന്ന് നേരെ എത്ര ദിവസമായി പിന്നാലെ വായന്റെ നടക്കണേ. ഇന്ന് രാവിലെ കൊണ്ടുവന്ന നന്നായി. അപ്പൊ തന്നെ ഞാൻ പോയി സാധനങ്ങൾ എടുത്ത്. പഠിച്ചോനെ എന്താ അല്ല, പിന്നെ പഠിച്ചോനെ, ഇത് എന്തൊരു ഭാഗ്യാണ് എനിക്ക്, ഇത് എന്തൊരു അത്ഭുതാണ് എന്ന് പറയായിരുന്നു. എന്താ നാടകത്തിൽ കളിക്കണ മാതിരി പറഞ്ഞേ? അല്ല, ഇത് കിട്ടിയപ്പോഴേ അങ്ങനെയാണ് എന്റെ കിട്ടിയാതൊരു എന്തൊക്കെ ഏറ്റ് തുടങ്ങിയില്ലേ. ഇനി എല്ലാം ഒന്ന് സലാമത്താക്കി തരണേ എന്റെ പഠിച്ചനെ. നീ കാണുന്നില്ലപ്പാ. അയ്യോ, സമാധാനായ റസിയാൻ സന്തോഷായോ? പച്ചമാംസം നിന്നോ? എന്താണ് എന്താണ് എന്താ ചെയ്യാ? എന്താ സ്വപ്നം കണ്ട? എന്താണ് എന്താ പറ്റിയത്? സ്വപ്നം കണ്ടു അല്ലേ? സ്വപ്നം കണ്ടാണ്. വെള്ളം കുടിക്കണോ? വെള്ളം വേണോ? വെള്ളം എടുത്തോണ്ടാ. പേടിക്കണ്ട പേടിക്കണ്ട, സ്വപ്നം കണ്ടാണ്. പേടിക്കണ്ട, പോട്ടെ. വെള്ളം എടുക്കട്ടെ കേട്ടോ. ശരി.